സുഹൃത്തുക്കളെ, അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആളൂർ സൊസൈറ്റിയുടെ കീഴിലുള്ള ഞാറ്റുവേല ചന്തയ്ക്കാണ്. ഇവിടെ ഒരുപാട് തൈകളും ഒരുപാട് സംഭവങ്ങളുണ്ട്. കഴിയുന്ന ആൾക്കാർ ഇവിടെ വന്ന് കാണണം, ഇത് വാങ്ങണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ ഓക്കെ സുഹൃത്തുക്കളെ. ഇതൊക്കെ എന്താണ്? തക്കാളി തൈ? തക്കാളി അല്ലേ? തക്കാളി, വഴുതന, മുളക്, പപ്പായ. ഇത് മുളക്. അത് പപ്പായ. ഇത് പപ്പായ. പപ്പായ. പിന്നെ ഇതൊക്കെ എന്താ? മാവിന്റെ മാവ് കുളമ്പുണ്ട്, ബെഞ്ചനാപ്പള്ളി, മൂവാണ്ടൻ, മല്ലിക, ഹിമാപസന്ത്, ഗീലാരി ബസന്ത്. അതെ. അപ്പോൾ സുഹൃത്തായ ഞാൻ കാര്യം ചോദിച്ചത്, ഇത് നിങ്ങൾ ഇവിടുന്ന് സ്ഥലം ഇത് സൊസൈറ്റിയുടെ കീഴിൽ ബിസിനസ് ചെയ്യണത് അല്ലേ? സൊസൈറ്റിയിലെ ഞാറ്റുവേല ചന്ത ചെയ്യണത് നിങ്ങളാണോ ഇതിൻ്റെ ഫുള്ള് ഇൻചാർജ്? അപ്പോൾ ഇത് എവിടെ നിന്നാണ് നിങ്ങളിത് തൈകളൊക്കെ ഇറക്കിയത്? തൈകള് പൂക്കളായിട്ടും റോസായിട്ടും ഞങ്ങൾ മണ്ണൂറ്റിയിൽ നിന്നാണ് അറേഞ്ച് ചെയ്യുന്നത്. ലോക്കൽ ഇങ്ങോട്ട് കിട്ടില്ല. ബാക്കിയുള്ള ഐറ്റങ്ങൾ പ്ലാവ് കുറച്ചായിട്ടും ഞങ്ങളുടെ വെറ്റിലപ്പാറ നമ്മുടെ നഴ്സറിയിൽ നിന്നാണ്. പിന്നെ കുറച്ചായിട്ടും വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നതുണ്ട്. ഒരു പല സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് ദിവസം നമ്മൾ ഒരുമിച്ച് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലേ? അപ്പോൾ സൊസൈറ്റി ഇവിടുത്തെ വളരെ ആക്റ്റീവാണ്. ഇങ്ങനെ കർഷകർക്ക് പ്രയോജനപ്രദമായ മുളക്, പപ്പായ, തക്കാളി, ചെണ്ടുമല്ലി വിത്തുകള്, പിന്നെ എളുപ്പത്തിൽ കായ്ക്കുന്ന പ്ലാവുകള്, വിയറ്റ്നാം എയർലി 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്നത്, 1.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന റംബൂട്ടാൻ. ഇതിനൊക്കെ എന്ത് വില വരുന്നുണ്ട്? അത് 250 രൂപ മുതൽ റംബൂട്ടാനുണ്ട്. 250. പ്ലാവ് 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് 150 രൂപ വില മതിക്കും. ഇത് ഏതാണ്? ഇത് ഇനം എന്ന് വെച്ചാൽ മുട്ടം മരിക്കുക. ഒരു 15-20 കിലോ തൂക്കമുള്ള ചക്ക. തനി കുള്ളം പ്ലാവല്ല. തനി കുള്ളം പ്ലാവ് വിയറ്റ്നാം എയർലി. വിയറ്റ്നാം. അപ്പൊ പ്ലാവിന്റെ ഐറ്റം കഴിഞ്ഞു. ഇതൊക്കെ എന്താണ്? ഇത് ചക്കേര ഉൽപ്പന്നങ്ങളാണ്. ചക്ക ഉണക്കിയത്, ചക്കേര പൗഡർ, ജാതിക്ക തേനിലിട്ടത്, ചക്ക വരട്ടി, ജാതിക്ക അച്ചാറ്, ചക്കേര അച്ചാറ്, റേഷൻ ഫ്രൂട്ട് പൾപ്പ്, ചക്ക സ്കേഷ്, നീന്തി സർബത്ത്, നെല്ലിക്ക, കാന്താരിമുളക്, ഉപ്പും കൂടിയിട്ടുള്ള സ്കേഷ്. അതെന്താ? അത് എലന്തപ്പഴാണ്. ബേർ ആപ്പിള്. ആപ്പിള്. ബേർ ആപ്പിൾ എന്നാണ് പേര്. എലന്തപ്പഴം അല്ലേ? ഇതൊക്കെ മാവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഡ്രാഗൺ ഫ്രൂട്ട്, ചട്ടിയിൽ വെക്കുന്ന മറ്റേ ഗ്രോ ബാഗിൽ വെക്കുന്ന കുഞ്ഞു കുരുമുളക്, ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുരുമുളക്. തായ്ലൻഡ് പിങ്ക് പേര, ചട്ടിയിലും ഗ്രോ ബാഗിലും വെക്കാവുന്ന ഓൾ സീസൺ. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. അതിനെന്താ വില തൈ? ഇത് 120 അല്ലേ? വലിയ വിലയാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഡ്രാഗൺ ഫ്രൂട്ട് വലിയ വില ഇല്ല കേട്ടോ. ഈ വിലക്ക് തന്നെയാണ് ഇവിടെ കിട്ടുക. സാധാ എല്ലാ നഴ്സറികളിലോ ഡ്രാഗൺ ഫ്രൂട്ട് പല വെറൈറ്റി വരുന്നു. അപ്പൊ നിങ്ങള് ഇത് തരുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആണ് എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ വല്ല ഗ്യാരണ്ടി തരുമോ ഞങ്ങൾക്ക്? ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ തൈകൾ വെക്കുന്നത് വെള്ളം വെക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാണ്ട് വർഷക്കാലത്ത് വെക്കുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാണ്ട് നോക്കിയാൽ
അത് നശിച്ചു പോവാണ്ട് നോക്കണത് ഒന്ന്. പിന്നെ വെയിലത്ത് വെക്കേണ്ട മാവ്, പ്ലാവ്, തെങ്ങ്, റംബൂട്ടാനൊക്കെ വെയിലത്താണ് വേണ്ടത്. വെയിൽ കുറവായത് കൊല്ലം കൂടും. പിന്നെ വളം ഇട്ട് നനച്ച് നോക്കാനുള്ള ഒരു മനസ്സ് വേണം. എന്നാലാണ് ഏത് തൈ വെച്ചാലും അത് പറഞ്ഞ ടൈമിൽ നമുക്ക് കായ്ഫലം കിട്ടുള്ളൂ. ആയിക്കോട്ടെ. നിങ്ങളുടെ ഒറിജിനൽ ഫാം എവിടെയാ? ഒറിജിനൽ ഫാം വെറ്റിലപ്പാറ. എവിടെ? വെറ്റിലപ്പാറ മറ്റേ പെട്രോൾ പമ്പിന്റെ സൈഡിലാണ്. പെട്രോൾ പമ്പിന്റെ സൈഡിൽ. അപ്പോൾ ഞങ്ങളൊരു ദിവസം വരാം. ബാക്കി ഇനിയിപ്പോൾ ഇവിടെ വേറെ ഐറ്റംസ് ഇല്ല, അതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ടതാണോ? ഇതിനോട് ബന്ധപ്പെട്ട ഐറ്റങ്ങളാണ്. ഞാറ്റുവേല ചന്ത എന്ന് പറഞ്ഞാൽ ഒരുവിധം അടിപൊളി ചന്ത തന്നെയാണ് ഇതും. ഇവിടെ വന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാത്ത ഈ കാണുന്ന തൈകളൊക്കെ വാങ്ങാൻ സാധിക്കും. കണ്ടോ, തെങ്ങ്, പ്ലാവുകൾ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇവിടെ വന്നാൽ ഒരു അല്പം ആദായമാണെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇവിടെ ഉണ്ട്. കണ്ട, ഇതൊക്കെ എന്താണാവോ തൈകൾ കണ്ട. ഫിസിയോതെറാപ്പി ആയിക്കോട്ടെ. ഇത് നിങ്ങൾ ഈ ഞാറ്റുവേല ചന്തയിൽ നിങ്ങൾ ഉൾപ്പെട്ടതാണ് അല്ലേ? ഇത് മറ്റേ മെഷീനിലുള്ള വൈബ്രേറ്റർ അല്ലേ ഇത്? അല്ല, ഇത് ഒരു ഇതാണ്, ഹാമറിംഗ് ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ തരിപ്പ്, മരവിപ്പ്, ഈ കാണുന്ന അസുഖങ്ങൾ നോക്കിക്കോ, അസുഖങ്ങളൊക്കെ മാറ്റാനായിട്ട്. സുഹൃത്തുക്കളെ, ഈ കാണുന്ന അസുഖങ്ങൾ എന്ത് വന്നാലും ഇവിടെ വന്നാമെന്നാണ്. വന്നാമെന്നല്ല, ഈ മെഷീൻ വാങ്ങിച്ച് ചെയ്താൽ, ഈ മെഷീൻ വാങ്ങിച്ച് ചെയ്താൽ മാറും എന്നാണ് ഇപ്പോൾ ഇവര് പറയണത്. രക്തോട്ടം കൂട്ടാൻ ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ മെഷീനിൽ ഒന്ന് വർക്ക് ചെയ്യിച്ചാൻ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് വെച്ചു കൊടുക്കാം. അല്ല, ഒന്ന് വർക്ക് ചെയ്യിച്ചോ അത്. ഇദ്ദേഹത്തിന് ഇതിന് മാത്രം ഉപയോഗിക്കാൻ നിർത്തിയാണ്. തമാശ പറയുന്നുണ്ട, കാര്യാക്കരുത്. കാലുവേദന, കൈവേദന, മുട്ടുവേദന, കൈകാൽ മരവിപ്പ്, തരിപ്പ്, ഷുഗർ, കൊളസ്ട്രോൾ, ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഈ ഞാറ്റുവേല ചന്തയിൽ വന്നാൽ ഇതും കിട്ടും. അടുത്ത കൊല്ലം നമുക്ക് ഇതിലും നല്ല രീതിയിൽ ഞാറ്റുവേല ചന്ത ആരംഭിക്കണം എന്നെനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. സംഗതി കണ്ട, കൈത്തരിപ്പൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. എന്തോരം പാട് കഴിച്ചു ഒഴിയണം, അതിലൊക്കെ നല്ലത് ഇതല്ലേ. അപ്പോൾ ഓക്കെ സുഹൃത്തെ, കേട്ടോ. ഇതൊക്കെ എന്താണാവോ ചേട്ടാ? ബെഡ്ഷീറ്റ്. അതാ കാവ്യമുണ്ടൊക്കെ എത്രയാ? 150 രൂപ. കുത്താമ്പള്ളി. അടുത്ത കൊല്ലം ഇതിലും കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ എന്താണ്? വൃക്ഷത്തൈ അല്ല, തൈകൾ അല്ല, വിത്ത്. എന്തിൻ്റെയൊക്കെയാണ്? ഒരുപാട് ഐറ്റംസിൻ്റെ ഉണ്ട്. വേണ്ട, ഉരുണ്ട പച്ച വഴുതനങ്ങ, ചുവന്ന വെണ്ട, വാളമരി, വെള്ളി, പച്ചക്കാന്താരി, കുറ്റി, ഒരുപാട് തൈകൾ. ഇത് വേറെ ഒരു ഞാറ്റുവേല ചന്തയ്ക്ക് പോയിട്ട് കണ്ടിട്ടില്ലേ? ഞാനിപ്പോൾ ഏകദേശം ഒരു 3ാമത്തെ ചന്തയാണ് ഞാറ്റുവേല. അപ്പോൾ അതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വിത്ത് ഐറ്റംസ് ഇവിടെയാണ് കാണുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ഈ വീഡിയോ ഇടുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ. വീണ്ടും വരാം.